മുടങ്ങി, ജനങ്ങളെ മുടങ്ങി. KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി. ഒരു വാർത്തയായി മാത്രം കൺസീവ് ചെയ്യാതെ വെറുതെ അങ്ങ് സ്കിപ്പ് ചെയ്ത് വിടാതെ ചിന്തിക്ക്. കഴിഞ്ഞ 10 വർഷം KSRTC എന്ന വലിയ വ്യവസായ സംരംഭം, ഒരു വകുപ്പ് എങ്ങനെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്? കൃത്യമായ ഡെവലപ്മെന്റുകളിലൂടെ ഒരു ഗ്രാജ്വലി ഗ്രോത്ത് എടുത്തെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിലെ RTCകൾ പോലും റോൾ മോഡൽ ആക്കുന്ന രീതിയിലേക്ക് പോയ ഗതാഗത വകുപ്പിൽ വന്നിട്ട് ഇരുട്ടത്ത് അടികൊടുത്ത പ്രിയദർശിനി പദ്ധതി. പ്രിയദർശിനി പദ്ധതി പറയുമ്പോൾ നാഴികക്ക് 40 വട്ടം ആദ്യവും ഇടയിലും അവസാനവും ആ സ്റ്റേറ്റ്മെന്റിനിടയ്ക്ക് ഈ നാടിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുമായ സതീശനും ഗതാഗത മന്ത്രി CP ജോണും പറഞ്ഞു വെക്കുന്നത് അന്നേ മാധ്യമങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇത് മുൻകൂർ ജാമ്യം എടുക്കലാണ്. KSRTCയിൽ വരാനിരിക്കുന്നത് വലിയ പ്രതിസന്ധിയാണ്. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുന്നതോടുകൂടി, പ്രിയദർശിനി യാത്ര നടപ്പാക്കുന്നതോടുകൂടി തകരും ഈ പ്രസ്ഥാനം എന്നുള്ള പറയാതെ പറഞ്ഞു വെക്കലുകളിൽ മാധ്യമങ്ങൾ ഈ വരികൾക്കിടയിലൂടെ വായിച്ചെടുത്തതാണ്. വരാനിരിക്കുന്ന അടികളുടെ മുൻതൂക്കമാണ്, മുന്നേ പറയുന്നതാണ് ഇതെന്നെല്ലാം. പ്രിയദർശിനി യാത്ര നടക്കുന്ന ബസ്സുകളിലെ അവസ്ഥ എന്താണ്? ആളുകൾക്ക് ദേഹാസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയാണ്. വലിയ രീതിയിൽ തിക്കും തിരക്കും. ഓർഡിനറി ബസ്സുകളുടെ എണ്ണം വെട്ടിച്ചുരുക്കി സിറ്റി ഫാസ്റ്റ് ആക്കി മാറ്റിയതിനെ മുഖ്യമന്ത്രി ചാഞ്ഞും ചെരിഞ്ഞും മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും യഥാർത്ഥത്തെ മറച്ചു വെക്കാൻ കഴിയാത്തതിന്റെ തെളിവായി മാറുന്നു ഓരോ പ്രിയദർശിനി യാത്രയും. എറണാകുളത്ത് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ബസ് സ്റ്റോപ്പ് ഉണ്ട്. മറൈൻ ഡ്രൈവ് പെൻഡാമേനക കോംപ്ലക്സിന്റെ ഫ്രണ്ടിലുള്ള ഒരു ബസ് സ്റ്റോപ്പ്. അവിടെ ഓർഡിനറി ബസ് വൈകുന്നേരങ്ങളിൽ വന്ന് നിർത്തിയാൽ മിനിമം 15 മിനിറ്റ് എങ്കിലും എടുക്കും ആള് കയറി കഴിയാൻ. വാതിലടയ്ക്കാൻ എടുക്കും പിന്നെയും 10 മിനിറ്റ്. വന്നു നിന്ന് നോക്കൂ നിങ്ങൾ ആ ബസ് സ്റ്റോപ്പിലേക്ക്. ഈ പറയുന്ന വാർത്ത കള്ളത്തരമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രിയദർശന യാത്ര KSRTC ജീവനക്കാരുടെ ശമ്പളം മുടങ്ങി എന്ന വാർത്ത രാഷ്ട്രീയ കേരളത്തിൽ വന്നു വീഴുന്നു എന്നുള്ളതാണ്. എല്ലാം നന്നാക്കുമെന്ന് പറയുന്ന, കേരളം ജയിക്കും, UDF നയിക്കുമെന്ന് പറഞ്ഞു വന്നിടത്തു നിന്ന് ആദ്യമായി പ്രിയദർശിനി പദ്ധതി, ഇന്ദിരാ ഗ്യാരണ്ടി ഇമ്പാക്ട് ചെയ്ത സ്ഥലത്തെ ജീവനക്കാരുടെ ദൈനംദിന ജീവിതത്തെ, അവരുടെ ആവശ്യങ്ങളെ താറുമാറാക്കുന്നു. ഇരുണ്ട യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങൾ തയ്യാറെടുത്തോളൂ എന്ന് LDF നേതാക്കൾ പറയുന്നത് വെറുതെയല്ല. പവർ കട്ട് ഇപ്പോൾ എന്നുമുണ്ട്. നിയമസഭയിൽ ചർച്ച ചെയ്യാൻ പോലും പാകത്തിന് പരുവപ്പെട്ടിരിക്കുന്ന പദ്ധതിയുടെ പേരാണ് വൈദ്യുതി പവർ കട്ട് എന്നുള്ളത്. സണ്ണി ജോസഫിന് ഒരു ആൻസർ ഇല്ല. അതുപോലെ KSRTCയിൽ സ്ഥിരം ശമ്പളം മുടങ്ങുന്ന ആ അവസ്ഥയിലേക്ക് കൂടിയാണ് തിരിഞ്ഞു നടക്കുന്നത് കേരളം.